ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 ഹോണസ്റ്റി പേസ്. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹോണസ്റ്റി പേസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ യൂണിറ്റ്, ഹോണസ്റ്റി പേസ്. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധത. സത്യസന്ധതയാണ് നമ്മൾ ഹോണസ്റ്റി എന്ന് പറയാ. അപ്പൊ ഹോണസ്റ്റി പേസ് എന്ന് പറഞ്ഞാല് പേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫലം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മീനിങ്. അപ്പൊ ഇതിന്റെ മീനിങ് ശരിക്കും എന്താന്ന് വെച്ചാല് സത്യസന്ധത ഫലം ചെയ്യും എന്നാണ്. എന്താണ് നമുക്ക് ഹോണസ്റ്റിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഒരു പിക്ചർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ്. ഹോണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. അപ്പൊ വിസ്ഡം എന്ന് പറയുന്ന ബുക്കിലെ, അതായത് ജ്ഞാനത്തിന്റെ ബുക്കിലെ, അതായത് അറിവുള്ള ഒരു ബുക്കിലെ, അറിവുള്ളവരുടെ ഫസ്റ്റ് ചാപ്റ്റർ, അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തിനെയായിരിക്കും? സത്യസന്ധതക്കായിരിക്കും, ഹോണസ്റ്റിക്കായിരിക്കും. അപ്പൊ തോമസ് ജെഫേഴ്സൺ പറഞ്ഞിട്ടുള്ളതാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം, നമ്മുടെ ലെസണിലോട്ട് നമുക്ക് കടക്കാം. നമുക്ക് നോക്കി നോക്കാം. കർട്ടൻ റൈസർ. What do you see in this picture? ഈ പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? അപ്പൊ ഒരാൾ എന്താണ് അവിടെയുള്ള ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഫാർമർ. ഫാർമർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷി ചെയ്യുന്നവര്, കർഷകര്. ഓക്കെ, അപ്പൊ ഒരു ഫാർമറിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. A farmer lived in a village which was near the palace. അപ്പൊ ഫാമർ താമസിക്കുന്നത് എവിടെയാണ്? കൊട്ടാരത്തിന്റെ അടുത്തുള്ള ഒരു വില്ലേജിലാണ്. നിയർ ദ പാലസ്. നിയർ ദ പാലസ് എന്ന് പറഞ്ഞാല് പാലസിന്റെ അടുത്ത്. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ്. അപ്പൊ ഫാർമർ എങ്ങനത്തെ ആളാണ്? നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന, നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന, സത്യസന്ധനായിട്ടുള്ള, ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത. അപ്പൊ സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ബട്ട് ഹി കുഡിന്റ് ഏൺ മച്ച്. പക്ഷെ എന്താണ്? അദ്ദേഹത്തിന് അധികം തന്നെ സമ്പാദിക്കാനായിട്ട് സാധിച്ചില്ല. ഏൺ എന്ന് പറഞ്ഞാൽ എന്താ? സമ്പാദിക്കുക. അപ്പൊ അറിയാത്ത വേർഡിന്റെ മീനിങ് പെൻസിൽ വെച്ചിട്ട് എഴുതുക. ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക. അപ്പൊ അധികം ഒന്നും സമ്പാദിക്കാനായിട്ട് പറ്റിയില്ല. I must save something for the future, he thought. അപ്പൊ നമ്മളെ ഫാർമർ വിചാരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഫ്യൂച്ചറിലോട്ട് വേണ്ടി, ഭാവിയിലോട്ട് വേണ്ടി എന്തെങ്കിലും കുറച്ച് സേവ് ചെയ്ത് വെക്കണം എന്ന് നമ്മുടെ കർഷകന് ചിന്തിക്കുകയാണ്. ഓക്കെ, after many years of hard work, he earned enough to buy a gold coin. അങ്ങനെ എന്താണ്? ഒരുപാട് വർഷത്തിലെ ഹാർഡ് വർക്കിന് ശേഷം എന്താണ് ഈ ഫാർമർ ഒരു ഗോൾഡ് കോയിൻ ബൈ ചെയ്യാനായിട്ടുള്ളതൊക്കെ സമ്പാദിച്ചു. ദിസ് ഈസ് മൈൻ, ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്. അപ്പൊ ഇത് എന്റെയാണ്, എന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ്, ഫലമാണ് ഇത് എന്നാണ് പറയുന്നത്. He looked at the coin. അപ്പൊ ആ ഫാർമർ എന്ത് ചെയ്തു? ആ കോയിൻമേക്ക് നോക്കി. എന്നിട്ട് എന്താ? It was shining in his palm. അപ്പൊ അത് കയ്യിൽ ഇങ്ങനെ കിടന്നിട്ട് എന്താണ്? ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് തിളങ്ങുന്നുണ്ട്. Where should I keep this coin? അപ്പൊ എന്താണ്? ഈ ഫാർമർ ആലോചിക്കുകയാണ്, ഞാൻ എവിടെയാണ് ഈ കോയിന് വെക്കുക? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം. അപ്പൊ എന്താണ്? ഇതെന്തായാലും എന്റെ വീട്ടില് സേഫ് അല്ല. അപ്പൊ എവിടെയാണ് ഞാൻ ഈ കോയിന് വെക്കാന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഇത് എന്റെ വീട്ടില് സേഫ് അല്ല. സേഫ് എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷിതം. സുരക്ഷിതമല്ല. I will keep it somewhere else. അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യണം? വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. Where will the farmer hide the gold coin? അപ്പൊ എവിടെയായിരിക്കും നമ്മുടെ ഫാർമർ ഈ ഗോൾഡ് കോയിൻ ഹൈഡ് ചെയ്തിട്ടുണ്ടാവുക? ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞാല് ഒളിപ്പിച്ച് വെക്കുക. അപ്പൊ നമുക്ക് നോക്കാം. A safe place. അപ്പൊ നമ്മുടെ ഫാർമർ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ നോക്കി നോക്കാം. The farmer went near the palace. അപ്പൊ
farmer എന്ത് ചെയ്തു? ആ കൊട്ടാരത്തിന്റെ അവിടേക്ക് പോയി. There was a huge wall around it. അപ്പൊ അതിന് ചുറ്റുമായിട്ട് എന്താ? ഒരു huge ആയിട്ടുള്ള ഒരു വലിയ ഒരു എന്തുണ്ട്? wall ഉണ്ട്. wall എന്ന് പറഞ്ഞാല് ചുമര്. അപ്പൊ വലിയ ചുമര്. അപ്പൊ കൊട്ടാരത്തിന് ചുറ്റപ്പെട്ടിട്ട് വലിയ ഒരു ചുമരുണ്ട്. He found a loose brick in the wall. അങ്ങനെ എന്താണ്? ഈ wallമ്മേ, അതായത് ചുമരിന്റെ മോലെ എന്താണ്? ഈ farmer ഒരു loose ആയിട്ടുള്ള ഒരു കല്ല് കണ്ടു. This is the safe place to hide my coin, he said to himself. അപ്പൊ എന്താണ്? farmer പിന്നെ പറയാണ്, കോയിൻ എടുത്തു വെക്കാനായിട്ടുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ഇത് തന്നെയാണ്. The farmer put his hand in the pocket and felt the coin. He tiptoed towards the wall and took the brick out. Carefully he kept the gold coin in the gap and placed the brick back. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് എന്താണ്? പോക്കറ്റിൽ കൈയിട്ടിട്ട് നമ്മുടെ കോയിന് പുറത്തേക്ക് എടുക്കാണ്. ആര്? farmer. okay, അപ്പൊ അങ്ങനെ പതുക്കെ എന്തെടുത്തു? പതുക്കെ എന്തെടുത്തു? കോയിന് എടുത്തു. okay, അപ്പൊ അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്തു? അത് ആ പൊത്തില് വെച്ചിട്ട് തിരികെ നമ്മുടെ എന്താണ്? ആ brick അവിടെ വെക്കാണ്. Carefully he kept the gold coin in the gap and placed the brick back. അപ്പൊ തിരിച്ച് ആ brick അവിടെ വെച്ചു. Be safe here, my dear coin, you are my life. അപ്പൊ എന്താണ്? ഈ farmer വളരെ അധികം കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലത്തിലെ ഹാർഡ് വർക്കിന് ശേഷം വാങ്ങിയിട്ടുള്ള കോയിൻ ആണ്. അപ്പൊ അത് വെക്കുമ്പോ നല്ല വിഷമമൊക്കെ ഉണ്ട്. അപ്പൊ അതിനോട് പറയാണ്, be safe here, my dear coin. അപ്പൊ my dear coin, നീ ഇവിടെ സുരക്ഷിതായിട്ട് ഇരിക്കണം. നീ എന്റെ ജീവനാണ്, ജീവിതാണ് എന്നൊക്കെ പറയാണ്. He whispered. whispered എന്ന് പറഞ്ഞാൽ പിറുപിറുത്ത് പറയില്ല, അതിനെയാണ് പറയുന്നത്. He walked home happily. അപ്പൊ കോയിൻ നല്ല ഒരു സ്ഥലത്ത് വെച്ചതിന്റെ ഇതിൽ എന്താണ്? നമ്മുടെ farmer വീട്ടിലേക്ക് സന്തോഷായിട്ട് പോയി. അപ്പൊ ആ ബ്രിക്ക് വെച്ചിട്ടുള്ള ആ ഹോളൊക്കെ ഇവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. Why did the farmer decide to keep coin in the wall? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ wallമ്മ വെക്കാൻ farmer തീരുമാനിച്ചിട്ടുണ്ടാവുക? Will the coin be safe there? Why do you think so? അവിടെ സേഫ് ആണോ? നമുക്ക് നോക്കി നോക്കാം. The decision. അപ്പൊ അടുത്ത ഭാഗമാണ് പറയുന്നത് the decision. അപ്പൊ ഇതിൽ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. Months passed. അപ്പൊ decision എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാർക്ക് അറിയില്ല, തീരുമാനമാണ്. തീരുമാനത്തിനെയാണ് decision എന്ന് പറയുക. Months passed. അപ്പൊ എന്താണ്? കുറെ മാസങ്ങൾ കടന്നു പോയി. Dum dum dum. The farmer and his wife heard the sound of drums. അപ്പൊ എന്താണ്? farmerന്റെ വൈഫും എന്ത് കേട്ടു? ഡ്രംസിന്റെ സൗണ്ട് കേട്ടു. An announcement echoed in the air. അപ്പൊ എന്താണ്? ഒരു announcement ഇങ്ങനെ എയറിലൂടെ ഇങ്ങനെ echo ചെയ്ത് കേൾക്കുന്നുണ്ട്. Oh, it's a carnival. I wish I could see it. His wife said. അപ്പൊ അത് എന്താണ്? ഒരു കാർണിവലിനെ കുറിച്ചിട്ട്, ഒരു കാർണിവൽ വരുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. okay, അപ്പൊ വൈഫ് പറയുന്നുണ്ട്, I wish I could see it. അപ്പൊ എന്താണ്? എനിക്കത് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. But we don't have any money, the farmer replied. അപ്പൊ farmer പറയാണ്, പക്ഷെ എന്താണ്? നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, മണി ഒന്നുമില്ല എന്ന് പറയാണ്. Every day you work like a horse, but your pockets are always empty, his wife said. അപ്പൊ ഭാര്യ പറയാണ്, നിങ്ങൾ എല്ലാ ദിവസവും എന്താ? ഒരു ഹോഴ്സിനെ പോലെ, ഒരു കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ എന്താ പോക്കറ്റിൽ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് വൈഫ്. The farmer left the house without uttering a word. അപ്പൊ എന്താണ്? ഒരു വേർഡ് പോലും പറയാണ്ട്. utter എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചരിക്കാണ്ട്, ഉച്ചരിക്കുക എന്നാണ് utter എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് കൂട്ടുകാരെ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത് പറയാണ്ട് എന്ത് ചെയ്തു? farmer ആ വീട് വിട്ട് പോയി.
She has never demanded anything till now. അപ്പൊ എന്താണ്, അവൾ ഇത്രയും കാലമായിട്ട് ഈ ഭാര്യ എന്താണ് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല, ഒരു ആഗ്രഹം പോലും പറഞ്ഞിട്ടില്ല. How can I take her to the carnival? അപ്പൊ എങ്ങനെയാണ് ഞാൻ അപ്പൊ അവൾ ആദ്യമായിട്ട്, അതായത് ഭാര്യ ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞതാണ്. ഇത്രയും കാലമായിട്ട് ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് അവളെ കാർണിവലിലേക്ക് കൊണ്ടുപോവാന്ന് നമ്മുടെ ഫാർമർ ചിന്തിക്കാണ്. He was very sad. അപ്പൊ എന്താണ്, വളരെ വിഷമമുണ്ട് നമ്മുടെ ഫാർമറിന്. Suddenly he thought about the gold coin. അപ്പൊ പെട്ടെന്നാണ് നമ്മുടെ ഫാർമർ ആ ഗോൾഡ് കോയിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. അപ്പൊ സഡൻലി എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന്. He decided to take it back. അപ്പൊ നമ്മുടെ ഫാർമർ എന്ത് ഡിസൈഡ് ചെയ്തു, അത് തിരിച്ചെടുക്കാൻ ഡിസൈഡ് ചെയ്തു. അപ്പൊ ഫാർമറിന്റെയും ഫാർമറിന്റെ ഭാര്യയുടെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. Will the farmer get the gold coin back? അപ്പൊ എന്താണ്, നമ്മുടെ ഫാമറിന് തിരിച്ചാ ഗോൾഡ് കോയിൻ കിട്ടുവോ? Why do you think so? അപ്പൊ കിട്ടുവോ ഇല്ലേന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. അപ്പൊ ഗോൾഡ് കോയിൻ വെച്ചിട്ടുള്ളത് പാലസിലാണ്. ബാക്ക് ടു ദ പാലസ്. അപ്പൊ തിരിച്ച് പാലസിലോട്ട് പോവാണ്. The farmer hurried to the palace. അപ്പൊ എന്താണ്, ഫാർമർ പാലസിക്ക് പെട്ടെന്ന് വേഗത്തിൽ പോവാണ്. അപ്പൊ ഹറി എന്ന് പറഞ്ഞാൽ ഹറീഡ്, ഹറി എന്ന് പറഞ്ഞാല് വേഗം. അപ്പൊ വേഗത്തിൽ ഈ ഫാർമർ പാലസിലേക്ക് പോവാണ്. നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ. അപ്പൊ എന്താണ്, സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും ഇവിടെ ഇല്ല. He moved towards the wall. അപ്പൊ അങ്ങനെ എന്താണ്, അങ്ങനെ ഈ ഫാർമർ എന്ത് ചെയ്തു, വാളിന്റെ അടുത്തേക്ക് നീങ്ങി. Suddenly he saw the king standing on the balcony. അപ്പൊ പെട്ടെന്നാണ് നമ്മുടെ കിങ് ബാൽക്കണിയിൽ നിൽക്കുന്നത് നമ്മുടെ ആര് കാണുന്നത്, ഫാർമർ കണ്ടത്. Okay, he was frightened. അപ്പൊ അത് കണ്ടപ്പോ എന്താണ്, നമ്മുടെ ഫാർമറിനാകെ പേടിയായി. Who is there? A guard shouted. അപ്പൊ ഒരു ഗാർഡ് ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ്, ആരാണതെന്ന് ചോദിക്കുകയാണ്. The farmer started running. അപ്പൊ ഇത് കേട്ടപ്പോ എന്താണ്, നമ്മുടെ ഫാർമർ ഓടി പെട്ടെന്ന്. The king saw him. അപ്പൊ എന്താണ്, അപ്പോഴാണ് കിങ് അത് കണ്ടത്. ഓക്കെ, കിങ് എന്ന് പറഞ്ഞാൽ ആരാണ്, രാജാവ്. Why is that man running? എന്തിനാണ് ആ മാൻ ഓടുന്നത്? He wondered. അപ്പൊ ഈ കിങ് അത്ഭുതമായിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഓടുന്നത് എന്ന് ചോദിക്കുകയാണ്. Stop the man and bring him in, he ordered. അപ്പൊ എന്താണ്, അയാൾ നിർത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവായോ എന്ന് കിങ് ഓർഡർ ചെയ്തു. The soldiers chased the farmer. അപ്പൊ എന്താണ്, ഈ സോൾജേഴ്സ് ഈ ഫാർമറിനെ എന്ത് ചെയ്തു, ചേസ് ചെയ്തു. ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു. അപ്പൊ ചേസ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക. അപ്പൊ ഈ സോൾജേഴ്സ് ഫാർമറിനെ ചേസ് ചെയ്തു. Caught him and took him to the king. അങ്ങനെ അതിനെ പിടിച്ചിട്ട് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. Why did the king order to bring the farmer? അപ്പൊ എന്തിനായിരിക്കും ഈ കിങ് ഫാർമറിനെ തിരികെ കൊണ്ടുവരാൻ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക? What will happen to the farmer? എന്തായിരിക്കും ഇനി ഫാർമറിന് സംഭവിച്ചിട്ടുണ്ടാവുക, നമുക്ക് നോക്കാം. At the royal court. അപ്പൊ റോയൽ കോർട്ടില്, കോടതിയില്, റോയൽ കോർട്ട് എന്ന് പറഞ്ഞാല് എന്താണ്, നല്ല രാജകീയമായിട്ടുള്ള കോർട്ടാണ്. അപ്പൊ റോയൽ എന്ന് പറഞ്ഞാൽ നല്ല രാജകീയമായ എന്നൊക്കെയാണ് മീനിങ്, രാജകീയമായ കോടതി. Why did you run away? The king asked. അപ്പൊ രാജാവ് ചോദിക്കുകയാണ്, താങ്കൾ എന്തിനാണ് ഓടിപ്പോയത് എന്ന് ചോദിക്കുകയാണ്. farmer looked down. അപ്പൊ എന്താണ്, ഫാർമർ താഴേക്ക് നോക്കി. He was shivering. അപ്പൊ എന്താണ്, അദ്ദേഹം ഈ ഫാർമർ വിറക്കുന്നുണ്ടായിരുന്നു. What happened? The king asked. അപ്പൊ കിങ് ചോദിക്കുകയാണ്, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. The farmer told him the whole story. അപ്പൊ ഫാർമർ എന്ത് ചെയ്തു, എല്ലാ സ്റ്റോറിയും, ഒരുപാട് വർഷമായിട്ട് അധ്വാനിച്ചു, അങ്ങനെ ലാസ്റ്റ് ഒരു ഗോൾഡ് കോയിൻ മേടിച്ചു, അതൊക്കെ ആ കാര്യങ്ങളും ഇപ്പൊ ഉള്ള സ്റ്റോറി ഒക്കെ നമ്മുടെ രാജാവിനോട് പറഞ്ഞു. The king decided to have some fun. Okay, he said, I will give you another gold coin. Go home. അപ്പൊ എന്താ, ഞാൻ നിനക്ക് വേറൊരു ഗോൾഡ് കോയിൻ തരാം, നീ വീട്ടിൽ പോന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ എന്താണ്, ഫണ്ണായിട്ട് നമ്മുടെ രാജാവ് എടുത്തു. Why did the king decide to give the farmer a gold coin? Will the farmer accept the coin? Accept ചെയ്യോ, നമുക്ക് നോക്കാം. ഓഫർ. അപ്പൊ എന്തോ ഒരു ഓഫറിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ നോക്കി നോക്കാം.
The farmer became confused. അപ്പൊ ഇങ്ങനെ വേറൊരു കോയിൻ തരാന്ന് പറഞ്ഞപ്പോ എന്താണ് ഈ ഫാർമറിനാകെ കൺഫ്യൂസ് ആയി. അതായത് ആകെ കൺഫ്യൂസ് ആവില്ല, ആശയക്കുഴപ്പത്തിലായി. സോറി യുവർ മജസ്റ്റി, പ്ലീസ് അലോ മീ ടു ടേക്ക് മൈ കോയിൻ. എന്താണ് സോറി, ക്ഷമ ചോദിച്ചിട്ട് പറയാണ്, എന്നെ എന്റെ ഗോൾഡ് കോയിൻ എടുക്കാൻ അനുവദിച്ചാൽ മതി. Forget your coin, take 2 gold coin instead, offered the king. അപ്പൊ എന്താണ് കിങ്, രാജാവ് പറയാണ് ആ ഗോൾഡ് കോയിനെ കുറിച്ച് ഫോർഗെറ്റ് ചെയ്തോ, എന്നിട്ട് അതിന് പകരം ഈ 2 കോയിൻ എടുത്തോ എന്ന് പറയാണ്. സോറി യുവർ മജസ്റ്റി, ദ ഫാമർ റിഫ്യൂസ്ഡ്. അപ്പൊ ഫാമർ എന്താണ് സോറി പറഞ്ഞിട്ട് അത് നിരസിക്കുകയാണ്, അത് വേണ്ട എന്ന് പറയാണ്. മൈ കോയിൻ ഈസ് സോ പ്രഷ്യസ് ടു മീ, ഹി സെഡ്. അപ്പൊ നമ്മുടെ ഫാർമർ പറയാണ് എന്റെ കോയിൻ എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്, പ്രഷ്യസ് ആയിട്ടുള്ളതാണ് എന്ന് പറയാണ്. The king started increasing the number of coins he offered. അങ്ങനെ കിങ് എന്താണ്, കിങ് ഇത് കേട്ടപ്പോ നമ്പർ ഓഫ് കോയിൻസ് കൂട്ടി, അതായത് 2 എന്നുള്ളത് 3, 4 എന്നൊക്കെ അങ്ങനെ ആക്കി കൂട്ടുകയാണ്. 10 coins, 100 coins, 1000 coins and so on. അപ്പൊ 10 കോയിൻ തരാം, അല്ലെങ്കിൽ എന്താണ് 100 coins തരാം, 1000 coins തരാം, അങ്ങനെ നമ്പേഴ്സിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. But the farmer still not ready to accept the king's offer. അപ്പൊ എന്നാലും എന്താണ് എത്ര നമ്പർ കൂട്ടിയാലും ഈ ഫാമർ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. കാരണം ആ ഫാർമറിന് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളതായിരുന്നു ആ കോയിൻ. Why didn't the farmer accept the king's offer? If you were the farmer, what would you do? അപ്പൊ എന്തുകൊണ്ടായിരുന്നു നമ്മുടെ ഫാമർ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നത്? അപ്പൊ അത്രയും പ്രഷ്യസ് ആയിട്ട് അത്രയും അദ്ദേഹം അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോയിൻ ആയിരുന്നു. അപ്പൊ അത് അയാൾക്ക് അത്രയും പ്രഷ്യസ് ആയതുകൊണ്ടാണ് ബാക്കിയുള്ള കോയിൻസ് ആക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം a clever idea. അപ്പൊ എന്താണ് ക്ലെവർ ഐഡിയ നമുക്ക് നോക്കാം. എന്തോ ഒരു ക്ലെവർ ആയിട്ടുള്ള ഒരു ഐഡിയയാണ്. അപ്പൊ അത് എന്താണ് നമുക്ക് നോക്കാം. ക്ലെവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലെവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ഒരു ഐഡിയ. Forget your coin, I will give you half of my kingdom. അപ്പൊ എന്താണ് എന്റെ രാജാവിന്റെ സ്ഥാനമില്ലേ, അതിനെയാണ് കിങ്ഡം എന്ന് പറയുന്നത്. അതിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. കിങ്ഡം, ഹാഫ് ഓഫ് മൈ കിങ്ഡം എന്ന് പറഞ്ഞാല് എന്താ, എന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. അപ്പൊ ഇവിടെ കിങ്ഡം എന്ന് പറയുന്നോണ്ട് രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്. The king said. അപ്പൊ എന്താണ്, അങ്ങനെ കിങ് പറഞ്ഞു which half do you want? അപ്പൊ ഏത് ഹാഫ് ആണ് നിനക്ക് വേണ്ടത്? You can decide. അപ്പൊ ഏതാ വേണ്ടത് നിനക്ക് ഡിസൈഡ് ചെയ്യാം. The king continued. എന്നിട്ട് കിങ് പറയാണ് The farmer thought for a while. എന്നിട്ട് ഒരു നിമിഷം ഫാമർ ചിന്തിച്ചു. Your Highness, I will take the half where my coin is kept. എന്നിട്ട് പറയാണ് ഞാൻ ഏതെടുക്കും, എന്റെ കോയിൻ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ ഹാഫ് ഞാൻ എടുക്കും. Then I will get my coin and give back your kingdom. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആ കോയിൻ എടുത്തിട്ട് ബാക്കി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കിങ്ഡം, അതായത് രാജാവ് തന്ന സ്ഥലം, രാജ്യം തിരിച്ചു തരാനായിട്ട് പറ്റും. He said. The king liked the farmer's idea. അപ്പൊ ഈ ഐഡിയ നമ്മുടെ രാജാവിന് ഇഷ്ടായി. A smile appeared on his face. അപ്പൊ എന്താണ്, ഒരു സ്മൈല് അദ്ദേഹത്തിന്റെ ഫേസിൽ വന്നു. ഓക്കെ, ഇനി എന്താ, I admire hard work and honesty. I admire എന്ന് പറഞ്ഞാൽ പുതിയൊരു വേർഡാണ്. admire എന്ന് പറഞ്ഞാൽ എന്താണ്? admire എന്ന് പറഞ്ഞാല് അഭിനന്ദിക്കുക. അപ്പൊ ഹാർഡ് വർക്കിനെയും ഹോണസ്റ്റിനെയും രാജാവ് അഭിനന്ദിച്ചു. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. You can take your coin along with my gift, the king said. അപ്പൊ എന്താണ്, നിനക്ക് നിന്റെ കോയിൻ എടുക്കാം, എന്റെ ഗിഫ്റ്റിന്റെ കൂടെ നിന്റെ കോയിനും കൂടെ എടുക്കാം എന്ന് രാജാവ് പറയാണ്. The farmer was surprised to see the glittering coins. അപ്പൊ അത് എന്തായിരുന്നു ഗിഫ്റ്റ്? glittering coins ആയിരുന്നു. What was the king's offer? Why did the king give the gold coins to the farmer? അപ്പൊ എന്തുകൊണ്ടാണ്? സത്യസന്ധത കൊണ്ടാണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇനി എന്താ കുറച്ച്
ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ലെസൺ. ഇനി നമുക്ക് ഇതിൽ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.